മീഡിയാസിലേക്ക് സ്വാഗതം. വടക്കൻ വീരകഥ 4Kയിൽ റിലീസ് ചെയ്ത് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ സിനിമ 35 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയപ്പോൾ ഇന്ന് ഒരു വിലാപം നമുക്ക് കാണാൻ കഴിയുന്നു. വേറെ ആരുമല്ല, ഇതിൻ്റെ സംവിധായകൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഒരു വടക്കൻ വീരഗാഥയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ഹരിഹരൻ. മമ്മൂട്ടി ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതിനകത്തിലെ ക്ലൈമാക്സിലെ മമ്മൂട്ടിയുടെ ഡയലോഗ് കേൾക്കുമ്പോൾ പലപ്പോഴും വിഷമം തോന്നുമെന്നും ഹരിഹരൻ പറയുന്നു. അത്രത്തോളം ഗംഭീരമായിട്ടാണ് മമ്മൂട്ടി അതിൽ പെർഫോം ചെയ്തത്. എന്നാൽ സിനിമയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങളുടെ കൂട്ടത്തിൽ സംവിധായകന് ഒന്നും ലഭിച്ചില്ലെന്നും മദിരാശിയിൽ ഈ സിനിമ 100 ദിവസത്തോളമാണ് പ്രദർശിപ്പിച്ചതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു സിനിമ ഹരിഹരൻ്റെ ജീവിതത്തിലെ മാത്രമല്ല, മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമകളിൽ, ഏറ്റവും മികച്ച സിനിമകളിൽ 1-ാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. പല ഫിലിം ഫെസ്റ്റിവലുകളിലും മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയ ഈ ഒരു ചിത്രത്തിന് ഇവിടെ മാത്രം വേണ്ട രീതിയിൽ അംഗീകാരം നേടാൻ കഴിഞ്ഞിട്ടില്ല. മമ്മൂട്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചന്തുവിനെ ഏറ്റെടുത്തു. അതിനുവേണ്ടി ഒരുപാട് ഹോംവർക്കുകൾ അദ്ദേഹം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷനാണ് എന്നെ വിസ്മയിപ്പിച്ചതെന്നാണ് ഡയറക്ടർ പറയുന്നത്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് സീനിൽ പറയുന്ന "എനിക്ക് പിറക്കാതെ പോയ മകനല്ലേ ഉണ്ണി നീ" എന്ന ആ വികാരോജ്വലമായ വാക്കുകൾ ഇപ്പോഴും കേൾക്കുമ്പോൾ കണ്ണു നിറയുമെന്നുള്ളതാണ്. കഥാപാത്രത്തിൻ്റെ ബിൽഡപ്പിന് വേണ്ടി രസകരമായ ധാരാളം ഷോട്ടുകൾ അവർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ചെറിയ ചലനങ്ങളും പോലും താളാത്മകമായിരുന്നു എന്നുള്ളതാണ്. ഓരോ ഷോട്ടും ഓരോ ഛായാചിത്രങ്ങൾ പോലെയാക്കി മാറ്റിയിരുന്നു. അതിൽ ഒരുപാട് ഹോംവർക്ക് ചെയ്തു. എന്നിട്ടും അംഗീകാരങ്ങളുടെ പട്ടികയിൽ സംവിധായകൻ വന്നില്ല. അന്ന് 1 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം മദിരാശിയിൽ 100 ദിവസം പ്രദർശിപ്പിച്ചപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി സിനിമ മാറുകയുമുണ്ടായി. മലയാളത്തിൽ തന്നെ ഈ ഒരു സിനിമ 1 വർഷത്തിൽ കൂടുതൽ ആഘോഷമായ ചിത്രവുമായിരുന്നു എന്ന് തന്നെ അതിൻ്റെ ഡയറക്ടർ തന്നെ പറയുന്നു. ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ, നോർത്ത് കൊറിയൻ ഫിലിം ഫെസ്റ്റിവൽ, ഫുക്കാക്കോ ഫിലിം ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിൽ ഒരു വടക്കൻ വീരകഥ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയെടുത്തിരുന്നു. പക്ഷേ ഇവിടെ പലരും അതിൻ്റെ മേന്മ കണ്ടില്ല. സിനിമയിലെ എൻ്റെ ഗുരുനാഥൻ എം കൃഷ്ണൻ നായർ പറയാറുണ്ട്, അവാർഡുകളല്ല ഒരു ഡയറക്ടറെ അറിയപ്പെടുത്തുക എന്നും വിലയിരുത്തപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഹരിഹരൻ്റെ വാക്കുകളിലൂടെ പറയുന്നത്. ശരിയാണ്. ഇന്ന് ഈ സിനിമ പറയുമ്പോൾ നമുക്കറിയാം, ഇതേപോലെ ഒരു ചിത്രം എടുക്കണമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇതുവരെയും ഇനി അങ്ങോട്ടും വേറൊരു ഡയറക്ടറെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. എത്ര വലിയ സംവിധായകർ, എത്ര വലിയ സിനിമകൾ എടുത്താലും ഹരിഹരൻ്റെ ഈ ഒരു സിനിമയെ വെല്ലാൻ ഇന്നും ഒരു സിനിമയും ഇറങ്ങിയിട്ടില്ല. ടെക്നോളജി അഡ്വാൻസ് ചെയ്തു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതിലും വലിയ സിനിമകൾ വന്നു. പക്ഷേ ഹരിഹരൻ എന്ന ബ്രില്യൻ ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു ഡയറക്ടറിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതെ, അതിന് വേറെ ഒരു സംവിധായകനും ഇതിനു മുന്നിലില്ല. ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ചെയ്യാൻ വേറെ ഒരു വ്യക്തിയെ കൊണ്ട് കഴിയുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. അദ്ദേഹത്തിന് ലഭിക്കാതെ പോയ അവാർഡുകൾ, ശരിയാണ്, 4ഓളം നാഷണൽ അവാർഡുകളും 8ഓളം സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടും അദ്ദേഹത്തെ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് ഈ ഒരു സിനിമയിൽ അവാർഡുകൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ അവാർഡ്, ഇന്ന് ഈ ഒരു വീഡിയോ വരുന്നത് പോലും അദ്ദേഹത്തിന് ഈ പറയുന്ന നാഷണൽ അവാർഡിനെയും അല്ലെങ്കിൽ സംസ്ഥാന അവാർഡിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന അവാർഡിന് തുല്യമാണ്. കാരണം ജനങ്ങൾ അങ്ങയുടെ ഈ ഒരു സിനിമയെ കാണുന്നത് അത് തന്നെയാണ്. ഇന്ന് ബാഹുബലി ചെയ്യാൻ ഒരു സംവിധായകൻ ഉണ്ടെങ്കിൽ നമ്മുടെ വടക്കൻ വീരകഥ ചെയ്യാൻ ആ സംവിധായകന് പോലും കഴിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം തന്നെയാണ്. വേണമെങ്കിൽ ഹരിഹരൻ എന്ന ഡയറക്ടർ ബാഹുബലി എന്ന ചിത്രത്തിനെ സിമ്പിളായിട്ട് ഇതിലും സൂപ്പറായി എടുക്കുമെന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അതുതന്നെയാണ് സാർ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു ബഹുമതിയും. വേറെ ഒന്നുമല്ല, എല്ലാ അവാർഡുകളെക്കാളും വലുത് തന്നെയാണ് ജനങ്ങൾ നൽകുന്ന അവാർഡ്. അതിന് മുകളിലേക്ക് ഒരു ഫലകങ്ങൾക്കും മുന്നോട്ടും നിർത്താൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അതെ, അങ്ങ് തന്നെയാണ് ഏറ്റവും മികച്ച ഡയറക്ടർ എന്ന് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞങ്ങൾ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരു ചിത്രം അതേപോലെ വന്നിട്ടില്ലെങ്കിൽ അതിന് ഒരു കാര്യമേ ഉള്ളൂ, അങ്ങേക്ക് ലഭിക്കാതെ പോയ അർഹതകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതെല്ലാം ഞങ്ങളുടെ മനസ്സിൽ നിന്ന്, ഞങ്ങൾ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ നിന്ന് ഞങ്ങൾ നൽകുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്.